ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റിന് തന്നെയാണ് പേര്. അപ്പോൾ ഒരുപാട് പേര് പിക്കൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് ഓരോരോ വീഡിയോയിലേക്ക് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനൊരു ബോട്ടിലാർട്ട് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടല്ല, ഒരു സിമ്പിൾ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളുമാണ്. അപ്പോൾ ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് ബോട്ടിലൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ്. ഇതിന് 20 റുപ്പീസാണ് റേറ്റ്. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട്. പെയിൻറ്റൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. അപ്പോൾ ഞാൻ ആക്രിലിക് കളർ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാനൊരു ബോട്ടിലിൽ ആദ്യം ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചു. ഫസ്റ്റ് കോട്ട് ഒരുപാട് കട്ടിയിലൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തൊന്നും കവർ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി വെക്കുക. അപ്പോൾ ഡ്രൈ ആയതിൻ്റെ ശേഷം പിന്നെ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിക്കുക. സെക്കൻഡ് കോട്ട് കുറച്ച് കട്ടിയിൽ തന്നെ അടിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് നല്ല കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു വർക്കല്ല, നല്ലൊരു ഡിഫറെൻ്റ് ആണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ അതിന് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഒന്ന് എടുക്കുക. അതിന് ഞാനൊരു 3 കളർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സും നോക്കിയിട്ട് എടുക്കുക. ഒരു പോയിൻറ്റഡ് ബ്രഷോ അല്ലെങ്കിൽ ഒരു ഈർക്കിലൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഡ്രോപ്പ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. ആദ്യം ഞാൻ ക്രിംസൺ റെഡാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ലെമൺ യെല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ലൈറ്റ് ഗ്രീനാണ്, നല്ലൊരു ഫ്ലൂറസൻ ഗ്രീനാണ്. അപ്പോൾ ഒരു 3 കളറും ഞാൻ ഒരു ഡ്രോപ്പാക്കി ഇങ്ങനെ റെഡിയാക്കി എടുത്തതിൻ്റെ ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ടൂത്ത് ബ്രഷ് ഇല്ലേ, നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ബ്രഷാണ്. അപ്പോൾ ഇതൊരു കുറച്ചൊരു ഹാർഡായിട്ടുള്ള ബ്രഷാണ് കേട്ടോ. ഞാനൊന്ന് ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അപ്പോൾ ഓരോ പെയിൻറ്റും ആദ്യം ആ ഒരു റെഡ് കളർ ഒന്ന് ഡ്രാഗ് ചെയ്ത് സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ആ ഒരു യെല്ലോ പിന്നെ ഗ്രീനും അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫെദറിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈ ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഹാർഡായിട്ട് തന്നെ നമ്മൾ ഡ്രാഗ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബേസ് കോട്ടും കൂടെ ഒക്കെ ഇളകിപ്പോയിട്ട് ആകെ ചീത്തയായി പോകും. ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു അതിൻ്റെ ബ്രഷിൻ്റെ ഒരു ബ്രിസിൽസ് ഇങ്ങനെ ആ ഒരു പെയിൻറ്റ് തട്ടുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബാക്കി സൈഡിലൊക്കെ റെഡിയായി, പക്ഷേ ആ ഒരു താഴെ അങ്ങനെ ഒന്നും നീറ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്രീൻ കളർ ഞാൻ ആഡ് ചെയ്ത് കുറച്ചൊരു കുറവായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ 3 കളറും ഒരു ഇർക്കിലി വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇർക്കിലിയിലുള്ള പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുത്തിട്ടൊന്ന് ഇതാക്കി കൊടുത്ത്, പക്ഷേ അത്രയ്ക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അടുത്തത് ഞാൻ വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് നോക്കുന്നത്, ഒന്നൊരു പിങ്ക് എടുത്തിട്ടുണ്ട്, പിന്നെ റോയൽ ബ്ലൂ എടുത്തു, പിന്നെ നമ്മൾ ആ ഒരു ലൈറ്റ് ഗ്രീൻ അല്ല, നമ്മൾ സാബ് ഗ്രീനില്ലേ, ആ ഒരു സാബ് ഗ്രീന്, പിന്നെ ലെമൺ യെല്ലോ, ഈ ഒരു 4 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാർഡ് ബ്രഷ് അല്ല കേട്ടോ, ഞാൻ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തു. അപ്പോൾ അതാണ് നല്ലത്. നമ്മൾ ആ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ അങ്ങ് ഒരു ഫെദറിനെ പോലെ ലൈറ്റായിട്ട് തിന്നായിട്ട് കിട്ടുമല്ലോ സൈഡിലും, അങ്ങനെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഒരു സോഫ്റ്റ് ബ്രഷ് ആയപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഭംഗിക്കനുസരിച്ച് നമ്മളൊന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി. നമ്മളിങ്ങനെ കളർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു ഡാർക്ക് ഒരു ലൈറ്റ് അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ചെയ്യുമ്പം എല്ലാ കളേഴ്സിനും നല്ലൊരു അട്രാക്ഷൻ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒരുപാട് കളേഴ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഞാൻ അടുത്ത് ചെയ്യുന്നത് ലെമൺ യെല്ലോ, ലൈറ്റ് ഗ്രീൻ, പിന്നെ ക്രിംസൺ റെഡ്, ഈ ഒരു 3 കളറിൻ്റെ ഒരു കോമ്പിനേഷനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ബ്രഷ് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് നന്നായി തുടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഒരു പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മിക്സിങ് വരും. ഇപ്പം ഞാൻ നേരത്തെ ചെയ്തതിൽ ആ ഒരു റെഡ് കളർ അതിലുണ്ടായിട്ടാണ് നമ്മൾ ആ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യെല്ലോ ഇല്ലേ, അപ്പോൾ അത് ഡ്രാഗ് ചെയ്തപ്പോൾ ചെറിയൊരു ഓറഞ്ച് കളറിൽ വന്നല്ലോ, കാരണം റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഈ ഗ്രീനും ആ റെഡൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്തെടുത്തിട്ട് ഒരു ഫെദറിനെ പോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഗ്രീനിൻ്റെ ഒരു വെറൈറ്റീസ് ആണ്. ഒന്ന് പീക്കോ ഗ്രീൻ, അതൊരു പേൾ കളറാണ്, പിന്നെ ലൈറ്റ് ഗ്രീന്, പിന്നെ സാപ്പ് ഗ്രീൻ, ഈ 3 ഗ്രീനും കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പം നമ്മൾ ഈ പേൾ കളറാണല്ലോ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഫെദറിൻ്റെ ഒരു നൈസായിട്ടുള്ള ഭാഗത്തൊക്കെ നല്ല രസമുണ്ട് കാണാനും. ആ ഒരു ഫെദർ ഫുള്ളായിട്ട് നമ്മൾ പേൾ കളേഴ്സ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാകും. ഇത് നോർമൽ കളറും പേൾ കളറും കൂടെ ആയതുകൊണ്ട് അത്രയ്ക്കൊരു വ്യത്യാസം തോന്നുന്നില്ല. അപ്പോൾ ഒരു ഫുള്ള് ഗ്രീൻ തന്നെ ആയപ്പം വലിയൊരു ഭംഗിയില്ല കേട്ടോ. നമുക്ക് 2-3 ടൈപ്പ് കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗിയും തോന്നുക.
ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമാട്ടോ, നല്ല ഭംഗിയുള്ളൊരു വർക്കുമാണ്, അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണല്ലോ ചെയ്യാൻ. യൂട്യൂബിൽ ഇപ്പോൾ ഏകദേശം ഇത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും ഇങ്ങനെ കാണാം. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇത് ഫസ്റ്റ് ചെയ്ത ഒരു ഐഡിയ ആരാന്ന് വെച്ചാൽ അത് ഭയങ്കര നല്ലൊരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്. കാരണം നല്ലൊരു തിങ്കിങ് ആണ് എന്തായാലും. കാരണം നോർമൽ നമ്മൾ സാധാരണ ബ്രഷ് അങ്ങനത്തെ ബ്രഷസ് ഒന്നും അല്ലല്ലോ, നമ്മൾ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടാകുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് തന്നെ ചെയ്യല്ലേ. നല്ലൊരു ഫെദറിൻ്റെ ഒരു ലുക്ക് തന്നെ ഉണ്ട് കാണാനും. അപ്പം ഞാനതങ്ങനെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു നടുക്ക് ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫെദറിൻ്റെ ഒരു ക്വില്ലില്ലേ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കതിനൊരു പോയിൻറ്റഡ് ബ്രഷോ അല്ലെങ്കിൽ നമ്മളൊരു ഈർക്കിലൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് പെയിൻ്റ് ആവരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം പെയിൻ്റ് ആയാൽ മതി. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫാത്തിമ മിർഷ, ആയിഷ നിയ, അൽവിന, 6th പഠിക്കുന്ന അവന്തിക, സിയാന, ഐഷ, ഫാത്തിമ, പിന്നെ 7th പഠിക്കുന്ന ഷാദിയ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ടേ. വൈറ്റ് മാത്രം ചെയ്തപ്പോൾ എനിക്ക് അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ കുറച്ചൊരു ബ്ലാക്ക് കളറും കൂടെ എടുത്തിട്ടൊന്ന് ആ ഒരു വൈറ്റിൻ്റെ മേലെ കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ക്വില്ലിൻ്റെ ആ ഒരു ടിപ്പിൽ നമ്മൾ കുറച്ചിങ്ങനെ ബൾജ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഈ ഫെദേഴ്സിൻ്റെ ടിപ്പിലൊക്കെ കാണാമല്ലോ, അതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ ഞാൻ ചെയ്തത് ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, പക്ഷേ എന്നിട്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്ക്. ഞാൻ ചെയ്യണത് കണ്ട് ത്രില്ലടിച്ചിട്ട് മക്കൾസിനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചാർട്ട് പേപ്പർ കൊടുത്തു. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളതാണത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. ഇതിലൊരു ഭംഗി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കളേഴ്സ്, പിന്നെ ആ ഒരു ഡ്രാഗ് ചെയ്യുമ്പം നമ്മൾ ആ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഡ്രാഗ് ചെയ്യുമ്പോഴതൊക്കെയാണ്. ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഫെദറിന് പോലെ ഇങ്ങനെ കിട്ടുമല്ലോ, അപ്പോഴാണ് ഒരു കറക്റ്റ് ഭംഗി. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം വലുതും ചെറുതൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്. ഇനി ഞാൻ അതിൻ്റെ ആ ഒരു നെക്ക് സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കളേഴ്സൊക്കെ ഇല്ലേ അത് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഓരോ ലൈൻസായിട്ട് ഇങ്ങനെ ഇടവിട്ടിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് പെയിൻറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വേറൊരു പെന്നോ അല്ലെങ്കിൽ പെയിൻറ്റ് ബ്രഷോ യൂസ് ചെയ്തിട്ട് ബാക്കിൽ ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പെയിൻറ്റ് ഡോട്ടായിട്ട് വീഴുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ല രസമാണ് കേട്ടോ. ഇനി ടെസ്റ്റിമോൾസ് ആണ്. മലപ്പുറത്ത് നിന്ന് ഷമ്മ ഷംസ്, ഇൻഷ ഷംസ് അവർ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ സ്റ്റോണിലൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് 2 എണ്ണം ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഉണങ്ങിയ ബനാനൻ്റെ ലീഫ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവറും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായി നിവ്യ സാറാജോസ് അയച്ചു തന്നത് നമ്മൾ പഴയ ചൂല് റീയൂസ് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് അയച്ചു തന്നിട്ടുള്ളത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ, നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. അടുത്ത പിക്ക് അയച്ചു തന്നത് ഷെനു ആണ്. ചിരട്ട ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.